സോ ഞാൻ 2 months ബിഫോർ ഫിനിഷ് ചെയ്തെൻ്റെ ലേറ്റസ്റ്റ് ബിസിനസ് മോഡൽ. അപ്പം അതിലിനിയും എനിക്ക് കുറച്ചുകൂടെ ഒരു 2-3 കമ്മിറ്റ്മെൻറ്റ്സ് അതുകൂടെ ബാക്കിയുള്ളൂ. സോ അതിനെക്കുറിച്ച് എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാൻ ആ ബിസിനസ് മോഡലിൽ എത്തിയത്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് സം റാൻഡം ലൈക്ക് ഇ-കൊമേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, അങ്ങനൊരു ബിസിനസ് മോഡലല്ല. നീഷ് ലൈക്ക് ലിറ്ററലി എക്സ്ട്രീം നീഷ് വൈസ് ഉള്ളൊരു നീഷായിട്ടുള്ളൊരു ബിസിനസ് മോഡലായിരുന്നു. അതിലെത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു ടൈമിൽ ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, പുറത്ത് പോകണം. ബിക്കോസ് നാട് എപ്പോഴും ഒരു കംഫർട്ട് സോണാണ്. അപ്പം പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഈവൻ കേരളത്തിന് പുറത്ത് പോയാലും ഓക്കെ, ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ നോക്കി വന്ന് ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യൂറോപ്യൻ കൺട്രിയാണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള ബിസിനസ് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. അങ്ങനെല്ലാം അറിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. ഐ വോണ്ട് ടു B2 പഠിക്കണം. അപ്പം B2 വരെ പഠിച്ചു. B2 പഠിച്ചു കഴിഞ്ഞ് എക്സാം ഉണ്ട്, ഗോത്തെ സർട്ടിഫിക്കറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി പാസ്സാവണം. അപ്പം ആ എക്സാമിന് ഡേറ്റ് എടുക്കണം, എക്സാം ഡേറ്റ്. അത് ആ ഒരു ടൈമിൽ ഒരുവിധം നല്ല രീതിയിൽ എക്സാമിന് ആൾക്കാരുണ്ട്. അപ്പം ഡേറ്റ് കിട്ടാൻ പാടാണ്. അപ്പം ആ ഒരു ടൈമിൽ ഓൺലൈനായിട്ടാണ് ബുക്കിംഗ് വരുന്നത്. നമ്മളപ്പം ഡയറക്റ്റ് ഒരു 2-3 തവണ ഞാൻ നോക്കി, സൈറ്റിൽ കയറുക, ആ ഒരു ടൈം ആകുമ്പം ബുക്കിങ്, അന്നേരം കയറി ബുക്ക് ചെയ്യാൻ നോക്കുക. നത്തിങ് ഹാപ്പൻസ്. ലൈക്ക് ഓരോ തവണയും ബുക്കിങ് ക്ലിക്ക് ചെയ്യും, ഡസൻ വർക്ക്, ഓൾറെഡി ഫിൽഡ് ആണ് അല്ലെങ്കിൽ ടു മെനി പാർട്ടിസിപ്പൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും. അങ്ങനെ നമ്മൾ കുറേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്, ലൈക്ക് ഏജൻറ്റുമാരുടെ ഗ്രൂപ്പിൽ. അങ്ങനെ നമ്മൾ ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തിട്ട് എക്സാമിൻ്റെ സീറ്റ് എടുക്കുന്ന രീതിയിലായി. എന്നിട്ട് ഞാൻ 2-3 തവണ ഏജൻറ്റുമാർക്ക് പൈസ കൊടുക്കും. രാവിലെ ആകുമ്പോൾ പൈസ കൊടുക്കും, നമ്മുടെ ID യും പാസ്വേഡും, gyote.de എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ID യും പാസ്വേഡും നമ്മൾ കൊടുക്കും. വൈകിട്ടാകുമ്പോൾ അവർ പറയും, കിട്ടിയില്ല, ഇറ്റ് വാസ് ടു ഹാർഡ്, ലൈക്ക് ഇത്തവണ എന്തോ ഇന്ന മൊഡ്യൂൾ വന്നില്ല, ഇത് ഓപ്പൺ ആയില്ല, എക്സ്ക്യൂസസ് പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അടുത്ത ഡേറ്റിലേക്കുള്ള അല്ല അടുത്ത സെൻറ്റർ, കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം അടുത്ത സെൻറ്ററിലുള്ളത് ബുക്കിംഗ് വരും, അന്നേരം ചെയ്യും. അതിന് 3 തവണ ആയപ്പോൾ എനിക്ക് മതിയായി. ലൈക്ക് ഇവർക്കും പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ തന്നെ ട്രൈ ചെയ്ത് ഒരു ChatGPTയുടെ ഹെൽപ്പും പിന്നെ എൻ്റെ പണ്ടത്തെ കുറച്ച് എക്സ്പീരിയൻസും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഓട്ടോമേഷൻ ഞാൻ ക്രിയേറ്റ് ആക്കി. ആദ്യം ഇറ്റ് വാസ് നോട്ട് ദാറ്റ് എഫിഷ്യൻറ്റ്, ബട്ട് ഒരു 2-3-4 ബുക്കിങ്സ് കഴിഞ്ഞപ്പം എനിക്ക് സ്വന്തമായിട്ട് ഡേറ്റ് കിട്ടി. പിന്നെ എക്സാം പോയി എഴുതി. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഐ വാസ് ലൈക്ക്, ഇവരെൻ്റെ അടുത്തു നിന്ന് ഒരു ബുക്കിങ്ങിന് 3000-4000 രൂപയൊക്കെയാണ് ഏജൻറ്റ് ഫീസായിട്ട് മാത്രം വാങ്ങിക്കുന്നത്. എക്സാമിൻ്റെ ഫീസ് വേറെ, ഏജൻറ്റ് ഫീസായിട്ട് മാത്രം വാങ്ങിക്കുന്നത് അത്രയും രൂപയാണ് മിനിമം. അപ്പം ഐ തോട്ട് ലൈക്ക് വൈ ഷുഡൻറ്റ് ഐ ഡു ഇറ്റ്. എന്നിട്ടങ്ങനെ ആ ഒരു രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു ബിസിനസ് മോഡലിൽ നിന്ന് ഞാൻ 10-12 months about 10 lakhs Indian rupees. അത് വലിയ എമൗണ്ട് ഒന്നും അല്ല ബിസിനസിൻ്റെ ടേംസിൽ, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് പ്രിറ്റി ബിഗ്. അതാണ് എൻ്റെ ലേറ്റസ്റ്റ് ബിസിനസ്. ഇനി പുതിയൊരു ബിസിനസ്സിൻ്റെ ഐഡിയ ലൈക്ക് എക്സിക്യൂഷൻ സ്റ്റേജിൽ നടക്കുകയാണ്. സോ അതെവിടെ എത്തും നോക്കാം. അപ്പം ഓപ്പർച്യൂണിറ്റി ഫൈൻഡിങ്, എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി? ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്തത് ലൈക്ക് ഇതേ എക്സാം പാസ്സായ കുറേ IT റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കാണും. അവരിൽ കുറേ പേര് ഏജൻറ്റുമാരായിട്ട് നിൽക്കുന്നുണ്ട്, അതില്ലെന്നല്ല. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാം, അതാണ് പോയിന്റ്. മെയിൻലി ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഈ ഒരു +2 കഴിഞ്ഞു, അല്ലെങ്കിൽ +2 ടൈമിലാണെങ്കിലും അത് കഴിഞ്ഞുള്ള ടൈമിലാണെങ്കിലും എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഐ ഡിഡ്ന്റ് യൂസ് സോഷ്യൽ മീഡിയ ബിക്കോസ് ഒരുവിധം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടും. സോഷ്യൽ മീഡിയയുടെ ആവശ്യം തോന്നിയിട്ടില്ല. പിന്നെ ഐ ഡോണ്ട് പോസ്റ്റ് ടു മെനി പിക്ചേഴ്സ് ഓർ എനിത്തിങ് അബൌട്ട് മീ. സോ ആ ഒരു റീസണും കൂടെ കൊണ്ട് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. സോ ഐ വാസൻ ഡിസ്ട്രാക്റ്റഡ്. ദാറ്റ് വാസ് എ ബിഗ് അഡ്വാൻറ്റേജ് ഫോർ മീ. ഇപ്പം എവിടെ നോക്കിയാലും ആൾക്കാർ ഇപ്പം ചുമ്മാ എവിടെയെങ്കിലും ഇരിക്കുകയെന്ന് വെച്ചോ, ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം സ്ക്രോളിങ് ലൈക്ക് ദേ ആർ ഓൾ ഡിസ്ട്രാക്റ്റഡ്.
സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളപ്പം അല്ലെ ആ ഒരു മൈൻഡ് ആ ഒരു രീതിയിൽ റണ്ണാകുമ്പോൾ ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, പക്ഷെ ചാൻസസ് ആർ റിയലി ലോ. അതേസമയം ലൈക്ക് ഒട്ടും ഡിസ്ട്രാക്റ്റഡ് അല്ല, ഓപ്പൺ ലൈക്ക് ഫോക്കസ് എല്ലാം ഉള്ള ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ലൈക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കില്ല, യു ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എൻ്റെ 10ാം ക്ലാസ്സിനൊക്കെ മുമ്പത്തെ ടൈമിൽ ഒരു ഗെയിമിംഗ് റെവല്യൂഷൻ ടൈമുണ്ട് ഇന്ത്യയിൽ, എസ്പെഷ്യലി കുറേ ഗെയിംസ് ലൈക്ക് ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സെല്ലിൻ്റെ ഗെയിംസ്, ഈവൻ പബ്ജി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാണ്, പക്ഷെ ആ ഒരു സൂപ്പർ സെല്ലിൻ്റെ ഗെയിംസ് ലൈക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ്, ക്ലാഷ് റോയൽ, അങ്ങനത്തെ കുറേ ഗെയിംസ് വന്ന ടൈമിൽ ഐ വാസ് ലൈക്ക് എ ക്ലാഷ് ഓഫ് ക്ലാൻസ് അടി. ലിറ്ററലി ഞാൻ എന്ത് ചെയ്യുവാണെങ്കിലും, ഇപ്പോൾ സ്കൂളിലോട്ട് പോവാണ്, അല്ല തിരിച്ചു വരുവാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉണർന്നിരിക്കുമല്ലോ, അങ്ങനത്തെ ടൈമിലെല്ലാം ഐ വുഡ് ബി ലൈക്ക് ഇപ്പോൾ ഇന്ന ബരാക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അപ്ഗ്രേഡിങ് കഴിയുന്ന കറക്റ്റ് ടൈമിൽ അടുത്തെടുത്ത് ആർച്ചർ ക്യൂവിനെ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഇതിനെ അപ്ഗ്രേഡ് ചെയ്യണം, ടൗൺ ഹോൾ അപ്ഗ്രേഡ് ചെയ്യണം, ഇന്ന ടൈമിൽ വാറുണ്ട്, 2 അറ്റാക്ക് ചെയ്യണം, ലൈക്ക് എപ്പോഴും അത് മാത്രം മൈൻഡിൽ. സോ അതിനെക്കാട്ടി കുറച്ചുകൂടെ എക്സ്ട്രീമായിട്ടുള്ള ഡിസ്ട്രാക്ഷനാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒറ്റൊരു ടോപ്പിക്കാണ്, ഒരു ഗെയിം, ആ ഗെയിമിലെ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ ലൈക്ക് തൗസൻഡ്സ് ഓഫ് സോഴ്സസിൽ നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് ഒറ്റ ഫോമിൽ വരാം. അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക പറ്റുന്നത്ര, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ നിങ്ങളൊരു ബിസിനസ് പാത്തേ പോകണം, ലൈക്ക് നോട്ട് ലൈക്ക് സം ടിപ്പിക്കൽ ലൈക്ക് ഡിഗ്രി എടുത്ത് ആ ഒരു രീതിയിലല്ല. നോർമലി നമ്മൾ കാണുന്ന ബിസിനസ്സുകാരായിരിക്കും ഇപ്പം ഏറ്റവും വലിയ ബിസിനസ്സുകാരെ പറഞ്ഞ അംബാനി അല്ലേ, ലൈക്ക് അതുപോലുള്ള ഒരു യൂസഫ് അലി കേരളത്തിലുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഫോറിനായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ബിസിനസ്സുകാരോട്ടൊക്കെ ആവണമെന്നാണെങ്കിൽ അവരൊന്നും ഡിഗ്രി ഒന്നും, നോ ക്വാളിഫിക്കേഷൻസ് ഫ്രം എനി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ എനിത്തിങ്, ബട്ട് അവരുടെ കൂട്ടുള്ള ബിസിനസ്സുകാരാവാനാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, ഇറ്റ്സ് ആക്ച്വലി റിയലി ഹാർഡ്, ബട്ട് ആ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ ലീവ് ചെയ്യണം, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് യു വിൽ ഹാവ് ടു അബാൻഡൻ ദം, ലൈക്ക് ദേഴ്സ് നോ അതർ ഓപ്ഷൻ. കുറേ ബിസിനസ്സുകളും എക്സ്പീരിയൻസും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നെറ്റ്വർക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നെറ്റ്വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് എനിക്കിപ്പോൾ കുറേ കോണ്ടാക്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ കോണ്ടാക്ട്സിലല്ല, എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാം, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിന് എത്രത്തോളം ആ ഒരു അന്നേരത്തെ സീനറി വെച്ച ആൾക്കാരുടെ വരവും, കസ്റ്റമറിനെ എങ്ങനെയാണ് വെയിറ്റേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ ആ ഒരു രീതിയിലുള്ള എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ വെച്ചിട്ട് ഈ റെസ്റ്റോറൻറ്റിന് മന്ത്ലി എത്ര റവന്യൂ കാണും. പിന്നെ ഞങ്ങൾ ഇതിനൊരു കോമ്പറ്റീറ്ററായിട്ട് അടുത്തതിന് വേറൊരു റെസ്റ്റോറൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ഈ റെസ്റ്റോറൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എപ്പോഴും ലൈക്ക് ഏത് സിനോറിയയിലാണെങ്കിലും നമ്മൾ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് തന്നെ ഒബ്സസ് ചെയ്ത് നിൽക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ ഭയങ്കര ഈസി ആയിരിക്കും കണ്ടുപിടിക്കാൻ. എന്നും പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ചുമ്മാ ഡോറും തുറന്ന് വരുമെന്നല്ല, ബട്ട് ഇറ്റ് ക്യാൻ ഓൺലി ബി ലൈക്ക് ഒട്ടും ഈസി അല്ല, ഈസി, മോർ ഈസി, ലൈക്ക് അങ്ങനെ കൂടി പോകും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും തോറും. അപ്പം ഈ 2 കാര്യങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക, സർക്കിൾ ഇമ്പ്രൂവ് ആക്കുക. എൻ്റെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ള ഈ 2 കാര്യങ്ങളാണ്. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ഓൾറെഡി ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുള്ള ഒരാളാണെങ്കിൽ ശരിയാണ്, ലൈക്ക് ഇവരെ അബാൻഡൻ ചെയ്താൽ, ഇവർ ലീവ് ചെയ്താൽ ലൈക്ക് ആ ഒരു ബാഡ് ഫീലിങ്ങും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലോൺലിനെസ്, ലൈക്ക് ഉള്ളവരും ഇല്ല. പുതിയതായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതുപോലെ ബിസിനസ് രീതിയിൽ മൈൻഡ് സെറ്റ് ഉള്ളവരെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇറ്റ് വുഡ് ടേക്ക് ടൈം. ഒരു ആ അബാൻഡൻ ചെയ്യുന്ന പീരീഡും പുതിയ ആ ഒരു നെറ്റ്വർക്കിലോട്ട് ലൈക്ക് ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരിലോട്ട് എത്തുന്ന ആ ഒരു പീരീഡും അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം കാണും. ടൈമിൽ നിങ്ങൾ കുറേ ഗ്രോ ചെയ്യും, കുറേ കാര്യങ്ങൾ പഠിക്കും, പക്ഷേ ഇറ്റ് വുഡ് ബി വർത്ത് ഇറ്റ്. ലൈക്ക് ആ ഒരു ടൈം പീരീഡ് വുഡ് ബി റിയലി വർത്ത് ഇറ്റ്. സോ if you want to become successful, then you would have to do these 2 things. ഇനിയും പോയിന്റ്സ് ഉണ്ട്, പക്ഷേ these 2 are the most important. Like there are dominoes here. Dominoes എന്ന് പറഞ്ഞ സംഭവം ലൈക്ക് വലിയൊരു പില്ലർ പോലെ, അല്ല ചെറിയ മറ്റേ തട്ടിയിടുമ്പോൾ ഓരോന്ന് ഇടിച്ചിടിച്ച് വീഴുന്ന സാധനമില്ലേ, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതിൽ വലിയ ഡോമിനോസ് ഉണ്ട്, ചെറിയ ഡോമിനോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മുറി ഫുള്ള് അങ്ങനത്തെ ചെറുതും വലുതും പല സൈസിലും ഉള്ള ഡോമിനോസ് ഇരിക്കുക. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഏറ്റവും വലിയ ഡോമിനോ നമ്മൾ തള്ളിയിട്ട് കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്നതിൽ ബാക്കി അടുത്തുള്ള ചെറിയ ഡോമിനോസ് എല്ലാം തന്നെ വീണോളൂ. അതുപോലുള്ള 2 പോയിന്റ്സാണ് ഇത്.
ഈ ഡിസ്ട്രാക്ഷനും ഫ്രണ്ട്ഷിപ്പ് സർക്കിളും നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരുവിധം തന്നെ ശരിയായിക്കോളും. പിന്നെ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ, കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുവാണ്. ഇതെനിക്കൊരു മണി മേക്കിംഗ് അല്ല, ബിക്കോസ് ബിസിനസ് ചെയ്യുന്ന എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ വെച്ച് ഇറ്റ്സ് നോട്ട് ദാറ്റ്. സോ ഞാൻ ഈ ബിസിനസ് പഠിച്ചതും അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചതും പല ലെസൺസ് പഠിച്ചതും എല്ലാം യൂട്യൂബിലുള്ള കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അലക്സ് ഹർമോസി പോലുള്ള ഫോറിനായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരിൽ നിന്നാണ് ഞാനിതെല്ലാം പഠിച്ചത്. അപ്പം അവരെൻ്റെ അടുത്തുനിന്ന് പൈസ ഒന്നും വാങ്ങിക്കാതെ അവരുടെ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ കണ്ടന്റ് അത് കണ്ട് ഞാൻ പഠിച്ചു. അപ്പം അതുപോലെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ഗീവ് ബാക്ക് ആ ഒരു സംഭവമുണ്ട്, ആ ഒരു കോൺസെപ്റ്റ്. നമുക്ക് ഫ്രീ ആയിട്ടൊരു ഇത് ആരും ഒന്നും ഇതില്ലാതെ നമുക്ക് അവർ തന്നു അറിവ്. ആ അറിവ് തന്നെ അടുത്ത ആൾക്ക് പാസ് ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു ലേൺ മോർ ലൈക്ക് ഇതുപോലെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ലെസൺസ് 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പഠിക്കാത്ത ആൾക്കാർ. ഇപ്പം ലൈക്ക് റാഷ് ഡ്രൈവിങ്, ഒരു തവണ വണ്ടി കൊണ്ട് സ്പീഡിൽ ഓടിച്ച് എവിടെ ഇടിച്ചു, എന്നിട്ടും പഠിക്കാതെ അടുത്ത തവണ വണ്ടി കൊണ്ട് സ്പീഡിൽ ഓടിച്ച് ഇടിപ്പിക്കുന്ന ആൾക്കാർ. 2, സ്പീഡിൽ ഓടിച്ചു, ഇടിച്ചു, പഠിച്ചു, ഓക്കെ, പിന്നെ അവരത് ആവർത്തിക്കത്തില്ല. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊരുത്തൻ ലൈക്ക് സ്പീഡിൽ ഓടിച്ചു, ഇടിച്ചു, അതിൽ നിന്ന് പഠിക്കുന്നു. അവരാണ് ഏറ്റവും ബ്രില്യൻറ്റ്. അങ്ങനത്തെ ആൾക്കാരാവാൻ നോക്കുക. അപ്പം എൻ്റെ മിസ്റ്റേക്സ്, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസസ്, എവിടേക്ക് ഞാൻ ഫെയിലായി, എവിടേക്ക് ഞാൻ സക്സസ്ഫുള്ളായി, അതെല്ലാം നിങ്ങൾക്ക് പഠിക്കും. ചെറിയൊരു കാര്യമല്ല. ഇഫ് യു വാണ്ട് ടു, യു ക്യാൻ സബ്സ്ക്രൈബ്, ദാറ്റ്സ് ഓൾ. ആൻഡ് ഗ്രാസിയസ്.